ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റും ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രീമി ആയിട്ടുള്ള റോ റൈസ് ക്യാരറ്റ് ഗീറാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ പച്ചരി ഞാനൊരു 4 തവണ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 1/2 അവർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ചുവയുണ്ടല്ലോ, അത് നന്നായിട്ട് പോകുമ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി കടായിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ചരി അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാനിവിടെ മിശ്ര ചെറിയ ജാറിലോട്ട് ഒരു 10 ബദാമും 5 അണ്ടിപ്പരിപ്പ് ഒന്ന് അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. പച്ചരി എന്തായെന്ന് തുറന്നു നോക്കുകയാണ്. കണ്ട ഒരു 1/2 കുക്കായിട്ടേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ പച്ചരി നല്ല പെർഫെക്റ്റായി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് വെന്തുടഞ്ഞു പോകരുത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. ഇനി ഇതിലോട്ട് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രീമി ആയിട്ടുള്ള റോ റൈസ് ക്യാരറ്റ് ഗീറാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ടും ബദാമും ഉണ്ടല്ലോ, അത് ചേർക്കാം. കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഈ സമയം ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാവുന്നതാണ്. പക്ഷേ പഞ്ചസാര ചേർത്തുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കൂടി ചേർക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള റോ റൈസ് ക്യാരറ്റ് ഗീർ റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം ഇത് വാങ്ങി വയ്ക്കാനായിട്ട്. നിങ്ങൾക്കിത് നല്ല ചൂടോടെ കഴിക്കാം, അതും അല്ലെങ്കിൽ തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്. എങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി റോ റൈസ് ക്യാരറ്റ് ഗീർ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.